നമ്മുടെ മലയാള സിനിമയിലെ പഴയകാല ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മേഖലയിലുമാണ് നമ്മുടെ ബാലതാരങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 1995 മമ്മൂട്ടിയും പ്രിയാരാമനും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 2 ബാലതാരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് അനു എന്ന കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് കൊച്ചി സ്വദേശിയായിരുന്ന ബേബി ലക്ഷ്മി ആയിരുന്നു. ബേബി ലക്ഷ്മിയുടെ ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി മരക്കാറായി വളർന്നു വലുതായി സിനിമയിലേക്ക് വീണ്ടും വന്നു. എനിക്ക് ഇപ്പോൾ ഡയറക്ഷനാണ് താല്പര്യം. ആഷിഖ് കപൂറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് 2 സിനിമകളിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരുപാട് ആഡ്സിൽ AD ആയിട്ട് വർക്ക് ചെയ്തു. സിനിമാ മേഖലയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു വരികയാണ് ലക്ഷ്മി മരക്കാർ ഇപ്പോൾ. മാത്രമല്ല നല്ലൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ് ഇവർ. സാമൂഹിക പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടാറുമുണ്ട്. ഈ സിനിമയിലെ മറ്റൊരു ബാലതാരമായിരുന്നു സുധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശരത് പ്രകാശ്. ഞങ്ങളെ പറ്റിച്ചു അല്ലേ, മമ്മിയാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങള് പോവാ. എന്നാലും ഞങ്ങൾ ഒരിക്കലും ഡാഡി അങ്കിളെന്ന് വിളിക്കില്ല, അത് പറയണ്ടെന്ന് അനു പറഞ്ഞു. ഈ സിനിമയ്ക്ക് ശേഷവും ശരത്തിന് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നെങ്കിലും സ്കൂളിൽ പോകാനും പഠിക്കാനുമായിരുന്നു ശരത്തിന് താല്പര്യം. അതുകൊണ്ട് ശരത്ത് തന്നെ ഇടപെട്ട് സിനിമയിലേക്ക് വന്ന അവസരങ്ങളൊക്കെ നിരസിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്വന്തം അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. കോളേജ് ബോംബെയിൽ ചെയ്തു. കഴിഞ്ഞ് 2 ഇയേഴ്സ് അവിടെ തന്നെ വർക്ക് ചെയ്തു മാർക്കറ്റ് റിസർച്ച് ഫേമിൽ. എൻ്റെ അച്ഛനൊരു ആഡ് ഏജൻസി ഉണ്ട്, ഐഡൻറ്റിറ്റി എന്നാണ് എൻ്റെ പേര്. അതിൽ ഞാൻ 2011 ജോയിൻ ചെയ്തു. ആയിട്ട് ആഡ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ ക്ലയൻറ്റ് സർവീസിംഗ് അല്ലെങ്കിൽ ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്. ആഡ് ഏജൻസിയിൽ നിർമ്മാതാവായും ക്ലയൻറ്റ് മാനേജറായും പ്രവർത്തിച്ചു വരുന്ന ശരത് ഇപ്പോൾ പരസ്യങ്ങളുടെ തിരക്കഥയും എഴുതുന്നുണ്ട്. ഈ അടുത്തിടെ പുറത്തിറങ്ങി മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡറായ ഒരു TMT സ്റ്റീൽ ബാസിന്റെ പരസ്യം ചിത്രീകരിച്ചിരുന്നത് ശരത്തിന്റെ സ്ക്രിപ്റ്റിലായിരുന്നു. മാത്യു പോളിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ കുട്ടികളുടെ ഏറെ പ്രിയപ്പെട്ട സിനിമയായിരുന്നു അയ്യപ്പൻ്റമ്മ നെയ്യപ്പൻ ചുട്ടു. വേർപിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെ ഒന്നിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളുടെ കഥയായിരുന്നു ഇത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായിരുന്നു മോനപ്പൻ. നൊമ്പരപ്പെടുത്തുന്ന മോനപ്പൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നത് സംവിധായകന്റെ മകനായിരുന്ന മാത്യു പോളായിരുന്നു. ഈ സിനിമയിലെ മോനപ്പൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മാത്യു പോൾ. മാത്രമല്ല കുട്ടികൾ ഇന്നും പാടി നടക്കുന്ന ഈ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനവും മാത്യു പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയിരുന്നു. ഈ ചിത്രത്തിലെ മാത്യുവിന്റെ അഭിനയം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടും മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു. പിന്നീട് പഠനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ഇദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയിലാണ് എത്തിപ്പെട്ടത്. ഇപ്പോൾ ഞാൻ അഡ്വർടൈസിങ്ങിലാണ്. ആഡ് ഫിലിം ഡയറക്ഷൻ, ആഡ് ഫിലിം പ്രൊഡക്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുമ്പോട്ടും അഡ്വർടൈസിംഗ് ആണ് എൻ്റെ ബൈ പ്രൊഫഷൻ. ഇനി മുമ്പോട്ടും അത് തന്നെയാണ്. അഭിനയത്തിലല്ലായിരുന്നു മാത്യുവിന്റെ പാഷൻ. അന്ന് നിർബന്ധത്തിന് വഴങ്ങി സിനിമയിൽ അഭിനയിച്ച മാത്യു ഇപ്പോൾ പരസ്യചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമാണ്. പരസ്യചിത്ര സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. എന്നാൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ രോഹനെ അവതരിപ്പിച്ച ആ മിടുക്കൻ പയ്യനെ ഓർമ്മയില്ലേ? അവര് 2 പേരും ജഗതി പറയുന്നത് പോലെ അടിച്ചു പിരിഞ്ചാച്ച്. എന്നിട്ട് ഞങ്ങള് സിംഗപ്പൂരിൽ പോയി. മമ്മിയൊക്കെ ജനിച്ചത് സിംഗപ്പൂർ. രോഹൻ എന്ന ഈ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നത് മഹാരാഷ്ട്ര ബാന്ദ്ര സ്വദേശിയായ രോഹൻ പെയിന്റർ ആയിരുന്നു. നിരവധി പരസ്യചിത്രങ്ങളുടെ പ്രശസ്തനായിരുന്നു ഈ ബാലതാരം. പക്ഷേ കൂടുതൽ നമ്മൾ മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്നത് പഴയകാല പോപ്പിക്കുഴയുടെ പരസ്യത്തിലൂടെയായിരുന്നു. പിന്നീട് സിനിമയിലൊന്നും രോഹനെ കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹവും സിനിമാ മേഖലയിൽ തന്നെ എത്തിപ്പെട്ടു. പക്ഷേ ഇന്ത്യൻ സിനിമാ മേഖലയിൽ എങ്ങുമല്ല. not stayed with the Kerala industry for so long, and I want to reach out there. അയ്യപ്പൻ്റമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമകളിലൊന്നും അഭിനയിക്കാതെ വർഷങ്ങളോളം പഠനവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ നിന്നും വിട്ടുനിന്ന രോഹൻ ഇപ്പോൾ കാനഡയിലെ ടൊറന്റോയിലാണ്.
കനേഡിയൻ സിനിമയിൽ ക്യാമറ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം. ഈ സിനിമയിലൂടെയും പോപ്പിക്കുടയുടെ പരസ്യത്തിലൂടെയും മലയാള പ്രേക്ഷകർ ഇപ്പോഴും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി സായ് കുമാർ, റഹ്മാൻ, മനോജ് ഗേജയൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി 2005 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രാജമാണിക്യം. ഈ സിനിമയിൽ മമ്മൂക്കയുടെ ബാല്യകാലം അവതരിപ്പിച്ച ആ പയ്യനെ ഓർമ്മയില്ലേ? അർദ്ധരാത്രി വാതിൽ മുട്ടി സ്വന്തം അമ്മയെ അന്വേഷിച്ചെത്തുന്ന പയ്യന്റെ മുഖം നമുക്ക് മറക്കാൻ പറ്റില്ല. എന്റെ അമ്മ ഇതിനകത്തുണ്ട്, വിളിക്ക്. നിന്റെ അമ്മയാ? ഹാ, ഞാൻ കണ്ട്. അമ്മേ. ഈ വേഷം വളരെ മനോഹരമായി അവതരിപ്പിച്ച ബാലതാരത്തിന്റെ പേര് അശ്വിൻ എന്നായിരുന്നു. TV പ്രോഗ്രാമുകളിലൂടെ സീരിയലിലെത്തി പിന്നീട് സിനിമയിലെത്തിയ താരമാണ് അശ്വിൻ. 2004 പുറത്തിറങ്ങിയ റെയിൻ റെയിൻ കമ്മകനായിരുന്നു ആദ്യ സിനിമ. രാജമാണിക്യം മാത്രമല്ല, പോക്കിരി രാജ, തസ്കര വീരൻ, തുറുപ്പുകുലാൻ, കമ്മത്താൻ കമ്മത്ത് തുടങ്ങി 5 സിനിമകളിൽ മമ്മൂട്ടിയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് അശ്വിനായിരുന്നു. പിന്നീട് മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിരുന്നു. പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. രാജമാണിക്യം കഴിഞ്ഞിട്ട് ഒരു 15 വർഷമായി. ആ ഒരു മാറ്റാണ് ഇത്. അതെ, അതാണ് ഒരു സർപ്രൈസ് എല്ലാവർക്കും. ലോകത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ പേയ്മെന്റ് കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുമ്പോഴും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അശ്വിൻ. മാത്രമല്ല, കലാപ്രവർത്തനങ്ങളും അമേരിക്കയിൽ സജീവമാക്കുന്നുണ്ട്. ജിജോ പൊന്നൂസിന്റെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ തന്നെ ആദ്യ 3D ചിത്രമായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുട്ടിച്ചാത്തനെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ? MP രാംനാഥ് എന്നായിരുന്നു ഈ ബാലതാരത്തിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം MP രാംനാഥ് മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു. എന്നാൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സിനിമ. ഇതിനു മുൻപും 2 സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു. 1981 പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന സിനിമയിലാണ് MP രാംനാഥ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് 1984 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തിയ കളിയിൽ അല്പം കാര്യം എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീടാണ് മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ എത്തുന്നത്. ആദ്യ സിനിമയായ ഓപ്പോളിലും മൂന്നാമത്തെ സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലും മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ഈ താരം നേടിയിരുന്നു. പിന്നീട് സിനിമയിൽ നിന്നും മാറിയ MP രാംനാഥ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇതേ സിനിമയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരമായിരുന്നു സോണിയ. മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ഇവരുടെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് പ്രധാന വേഷങ്ങളിലും സഹനടിയായും ഒരുപാട് ചിത്രങ്ങളിൽ സോണിയ വേഷമിട്ടിരുന്നു. ഏകദേശം 150 മുകളിൽ മലയാള സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ അഭിനയിച്ചിരുന്നു. ഞാനും ഭയങ്കര കുട്ടികളിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ഒരു വൈഫ് മെറ്റീരിയൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ താരമായിരുന്നു സോണിയ. ഏകദേശം 1.5 വയസ്സുള്ളപ്പോൾ ഗോൾഡ് മെഡൽ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. പിന്നീട് ജയൻ നായകനായ മൂർഖൻ എന്ന സിനിമയിലും അഭിനയിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം 150 മുകളിൽ സിനിമകളിൽ മലയാളത്തിലും തമിഴിലുമായി ഇവർ അഭിനയിച്ചു. ഗസൽ, സൈന്യം, കുസൃതിക്കാറ്റ്, ദ കിങ്, തേന്മാവിൻ കൊമ്പത്ത്, മിസ്റ്റർ ബട്ട്ലർ തുടങ്ങിയ സിനിമകൾ ഇവർ അഭിനയിച്ചതിൽ ചിലതാണ്. നോയിക്കോ, ഞാളിത് മാണിക്കണ്ണോട് പറയും. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോറില്ല, അപ്പനെ ബാക്കണെങ്കിൽ ഇനിയിപ്പോ അപ്പനെ കെട്ടിക്കോ. ഇപ്പോൾ സിനിമകളുടെ തിരക്കുകളിൽ നിന്ന് മാറി ചെന്നൈയിൽ സെറ്റിൽഡാണ് താരം. താരത്തിന്റെ ഭർത്താവ് തമിഴിൽ അറിയപ്പെടുന്ന നടനും സംവിധായകനുമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു ഇവരുടെ കരിയറിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട സിനിമ. 1984 പുറത്തിറങ്ങിയ ചിത്രം 1997 2010 റിലീസ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ മിക്കവാറും ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. MT വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തി 2000 റിലീസായ സിനിമയായിരുന്നു ഒരു ചെറുപുഞ്ചിരി. ഈ ഫീൽ ഗുഡ് സിനിമയിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ? പേരക്കാവും ഇനി നീ വരികയെന്ന് എനിക്കറിയാം. വലിയൊരു കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ കാവലിരുന്നു. ഏത് സ്കൂളിലാ പോണേ? ഇപ്പൊ പോണില്ല. എന്താ സ്കൂളിൽ പോക്ക് നിർത്തിയത്? അവിടെ ഉച്ചക്കഞ്ഞി നിർത്തി. കണ്ണൻ എന്ന ഈ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ബാലതാരത്തിന്റെ പേര് വിഘ്നേഷ് എന്നാണ്. ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ മാത്രമല്ല, 2000 പുറത്തിറങ്ങിയ മധുര നൊമ്പരക്കാറ്റ്, ദിലീപ് നായകനായെത്തിയ കുബേരൻ എന്നീ സിനിമയിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു വിഘ്നേഷ്. തുടർന്നും ഒരുപാട് സിനിമകളിൽ വിഘ്നേഷ് അഭിനയിച്ചിരുന്നു. എന്നാൽ വിഘ്നേഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ കറക്റ്റ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രി എൻ്റെ ഫ്രണ്ട് വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരും. ഒരു ആക്സിഡൻറ്റ് പറ്റി. അതിലാണ് എനിക്ക് എൻ്റെ ബ്രെയിൻ ഇഞ്ചുറിയാണ് എൻ്റെ മെയിനായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക്. 2016 വിഘ്നേഷ് വാഹനാപകടത്തിൽപ്പെട്ടത്. തലക്കായിരുന്നു പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവും ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വിഘ്നേഷ്.
എന്നാൽ അസുഖങ്ങളിൽ നിന്നും റിക്കവറായി വരികയാണ് വിഘ്നേഷ്. സിനിമയിലേക്ക് മടങ്ങി വരാനും തൻ്റെ ഇഷ്ടമേഖലയായ ബോക്സിംഗിലേക്ക് വരാനുമുള്ള ശ്രമത്തിലുമാണ് വിഘ്നേഷ്. ഇദ്ദേഹത്തിന് ഉടൻ തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ബാലതാരങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ ആദ്യ പാർട്ടിൽ നിങ്ങൾ ഒരുപാട് ബാലതാരങ്ങളുടെ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.